പക്ഷെ എൻ്റെ പോരായ്മയായിരിക്കാം എൻ്റെ മനസ്സിൽ ഇന്നലെ വരെ ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ രണ്ടുപേരുടെ പേരുകൾ നിലനിന്നിട്ടുണ്ട്. ഒന്ന് അനിത മേഡം. ആ മേഡം വന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ് ഇപ്പോഴും കൂടുതൽ വിഷ്വലൈസ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നോടൊപ്പം വന്ന ടീച്ചേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന അഭിലാഷ് സാറിൻ്റെ ക്ലാസ്. ഞാൻ വിചാരിക്കുന്നത് ഇവരൊക്കെ ഒരു ദിവസം മുഴുവൻ പലതരം ചിന്താഗതികളിലുള്ള മനുഷ്യരെ പിടിച്ചിരുത്തുകയാണ്. ഇന്ന് ഞാൻ ഏറ്റവും സത്യസന്ധമായി പറയുന്നു, സാധാരണ ട്രെയിനേഴ്സൊക്കെ വരുന്ന സമയത്ത് ഈ ഹരിതകർമ്മസേന ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ ശരിയില്ല. ഒരു കെട്ട് പേപ്പറുമായിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ ചില പ്രിൻസിപ്പൾമാർ ഈ പരിപാടിയായിട്ട് വയനാട് ജില്ലയിലുള്ളവരെല്ലാം പറയുന്ന എന്താ പറയാ, സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്നേഹത്തോടെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെന്ത് പറയും, ഈ പ്രശ്നം മഹാശ്ചര്യം എനിക്കും ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഓർത്തിട്ട് കണത്തരം പറഞ്ഞിട്ട് പോലെ. പക്ഷെ മേഡം, ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, മേഡത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചിരിയാണ്. 25 വർഷം കൊണ്ട് അവിടെ പോലെ ഞാൻ പിടിച്ചെന്നുള്ളതും ഈ ചിരിയോടുകൂടെ തന്നെയാണ്. അത് വാച്ചുമാന് തുടക്കം തുടങ്ങിയാൽ ലാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ വരെ ഉണ്ടാവും. ഇങ്ങോട്ട് എത്ര കല്ലുകൾ എവിടെ നിന്ന് കിട്ടിയാലും അവർ ചേർത്ത് വെച്ച് ഫൗണ്ടേഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് പലരും പൂക്കളെയും തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി മേമിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാം. നമ്മളെ ആരും വർദ്ധിച്ചില്ല, ബുദ്ധിമുട്ടിച്ചില്ല, ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ വേണം നമ്മളിലേക്ക് ഇറങ്ങി വന്നു. നമ്മളെന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അത് വേണം നമുക്ക് തന്നു. മറ്റു ചിലരൊക്കെ അവരുടേതായ ഒരു കാര്യം പറയും, അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് ആ രീതിയിൽ നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ മേഡം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ചു കേട്ടോ, അത് വലിയൊരു കഴിവ് തന്നെയാണ്. ഞങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോഴും മേഡം ആ പുഞ്ചിരി അത് കൃത്രിമത്വത്തോടെ വരുന്നൊന്നല്ല, ഉള്ളിന്ന് വരുന്ന പുഞ്ചിരിയോടെ മേഡം നമ്മളോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിലൊക്കെ എടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെ വലിയൊരു ആശ്വാസമായി തോന്നുന്നു മേഡത്തിന്റെ വാക്കുകൾ. എനിക്ക് ഒരുപാട് ആശ്വാസമായി. കാരണം എൻ്റെ സ്കൂളിൽ കുട്ടികൾ 9 അടുത്ത വർഷം 10ലേക്ക് വരും. അപ്പോൾ ഏതായാലും എക്സാം ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ആ കാര്യങ്ങൾ കുട്ടികളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ മനോഹരമായ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് തന്നത്. ഞാൻ ഈ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ് എടുത്തിയാണ് അനിത മേഡം. തിരുവനന്തപുരം ആ ഭാഗത്തുനിന്ന് വരുന്നത് അനിത മേഡവും അഭിലാഷ് സാറിൽ കൂടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതേപോലെ ലതാ മേഡം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നമ്പർ തരണം, മേമിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഈ പുഞ്ചിരി എന്നും മങ്ങാതെ അണയാതെ നിൽക്കട്ടെ എന്ന്. എൻ്റെ ഷോർട്ട് ഫിലിമിനെ 2 ഷോർട്ട് ഫിലിമേ ചെയ്തിട്ടുള്ളൂ. 3ാമത്തെ ഷോർട്ട് ഫിലിമിന്റെ നായിക എൻ്റെ സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമേറ എന്ന് പറയുന്ന കുട്ടിയാണ്. നായിക റെഡിയാണ്. ഈ മഴയൊന്നും മാറി കാലാവസ്ഥയുടെ അനുകൂലമാണെങ്കിൽ അത് ചെയ്യണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് എൻ്റെ മകനാണ്. 2 ഷോർട്ട് ഫിലിമിന് കഥ എഴുതി, അത് എഴുതാൻ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞു. പാട്ട് എഴുതാൻ പറഞ്ഞു, അതിന് എഴുതി. എൻ്റെ സ്കൂളിലെ മലയാളം അധ്യാപികയെ പിന്നെ ടീച്ചറാണ് കവിത ചൊല്ലി തന്നത്. അതൊക്കെ ഈ ചെറിയ മൊബൈൽ വെച്ച് ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞിട്ടും മുണ്ടിയിട്ടും മാധവരാതെ സംസാരിച്ചിട്ടും എഴുതിയിട്ടും തീരാത്തതൊക്കെയാണ് എനിക്ക് വിഷ്വലൈസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ചാനലുണ്ട്, ശ്രീപ്രഭാവമാണ്, അതിനാണത് പബ്ലിഷ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ മനസ്സിലാ പ്ലേറ്റിൽ എന്തൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം എൻ്റെ മോൻ അത് ആ മൊബൈലിൽ ഒപ്പിയെടുക്കും. ഇത് വലിയ ഭാഗ്യമായിട്ട് കരുതാണ്. എങ്കിലും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് പോലെ 25 വർഷം ഞാൻ ജോലി ചെയ്യലും ജീവിക്കുകയും ചെയ്തത്. കാരണം എൻ്റെ സ്വർഗം അതാണ്. കുട്ടികള്, രക്ഷിതാക്കള്, എൻ്റെ സഹപ്രവർത്തകര്, മാനേജ്മെന്റ് എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കാലം അവിടെ നിൽക്കാൻ സാധിച്ചത്. എല്ലാം കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷമാകാണ്. ഇനി ക്ലാസ്സിലും അത്ര പേര് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്.